അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. PP ദിവ്യ യാത്രയപ്പ് ചടങ്ങിലെത്തിയത് ആസൂത്രിത നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള രേഖയ്ക്ക് പിന്തുണ. രേഖയിൽ വ്യക്തത വേണമെന്ന് സമ്മേളന പ്രതിനിധികളിൽ ചിലർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ചങ്ങാത്ത മുതലാളിത്തം നടപ്പാക്കില്ലെന്നാണ് LDFന്റെ തീരുമാനമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കൊല്ലം MLA മുകേഷ് CPIM സംസ്ഥാന സമ്മേളന വേദിയിലെത്തി. സ്ഥലം MLA മുകേഷ് എത്താത്തതിൽ വ്യാപക വിമർശനമുയർന്നിരുന്നു. ജോലി തിരക്കുകൾ ഉള്ളതിനാലാണ് 2 ദിവസം എത്താൻ കഴിയാതിരുന്നത്. തനിക്ക് വിലക്കുകളില്ലെന്നും മുകേഷ് പറഞ്ഞു. CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഒരു തൊഴിലാളി പ്രശ്നവും ചർച്ച ചെയ്തില്ലെന്ന നിലമ്പൂർ മുൻ MLA PV അൻവർ. ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ചോ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ചോ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പിണറായി സത്തിന് വേണ്ടിയാണ് ഇപ്പോൾ വിഭവ സമാഹരണം നടക്കുന്നതെന്നും PV അൻവർ പരിഹസിച്ചു. വനിതാ ദിനത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ മഹാസംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരാണ് വനിതാ സംഗമത്തിൽ അണിനിരന്നത്. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ മരിച്ച ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. കേസിലെ നിർണായക തെളിവാണ് മൊബൈൽ ഫോൺ. ഷൈനിയും മക്കളും ജീവനൊടുക്കിയതിനു മുൻപ് ഫോണിൽ വിളിച്ചിരുന്നതായി ഭർത്താവ് നോബി മൊഴി നൽകിയിരുന്നു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം. മലപ്പുറം താനൂരിലെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പ്രതി റഹീം അസ്ലമിന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ഫോണിൽ പിന്തുടരാൻ എന്നീ വകുപ്പുകൾ ചുമത്തി. കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തി. തുടർന്ന് കൗൺസിലിംഗിന് ശേഷം വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടത്തിയ വീടുകളിലും ചുറ്റിക വാങ്ങിയ കടയിലും പണമിടപാട് നടത്തിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ചാണ് പാങ്കോട് പോലീസ് തെളിവെടുത്തത്. കസ്റ്റഡി കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ പ്രതിയെ വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലപാതകത്തിൽ താമരശ്ശേരി ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ചയെന്ന് CWC. കൊലപാതകത്തിന് മുൻപ് സംഘടനമുണ്ടായിട്ടും ഫലപ്രദമായി ഇടപെട്ടില്ല. കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതെന്നും റിപ്പോർട്ട് CWC റിപ്പോർട്ടിന്റെ പോലീസ് സമർപ്പിച്ചു. ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിൽ കാണാതായ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. 14കാരനടക്കം 3 പേരാണ് മരിച്ചത്. 3 ദിവസം മുൻപ് വിവാഹ ചടങ്ങിന് പോയവരാണ് മരിച്ചത്. ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ജലാശയത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടത്. സ്വർണ്ണക്കടത്തിൽ കന്നഡ നടി രമ്യ റാവുവിനെതിരെ CBI കേസെടുത്തു. ബംഗളൂരുവിലെത്തിയ CBI ടീം DRIയിൽ നിന്ന് വിവരങ്ങൾ തേടി. രമ്യ സ്വർണ്ണക്കടത്ത് മാഫിയയിലെ കണ്ണിയാണെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് CBIയുടെ നീക്കം. സ്വർണ്ണക്കടത്ത് മാഫിയയുടെ രാജ്യവ്യാപക ബന്ധവും അന്വേഷണ പരിധിയിൽ വരും. വയോധികയോട് എയർ ഇന്ത്യയുടെ ക്രൂരത. വീൽചെയറിൽ നിഷേധിച്ചതിനെ തുടർന്ന് 82കാരി ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു. മുൻ ലഫ്റ്റനന്റ് ജനറലിന്റെ ഭാര്യ രാജ് പാസ്രിച്ചതയാണ് കുഴഞ്ഞു വീണത്. വയോധികയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്ത വീൽചെയർ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കോൺഗ്രസ് ഗുജറാത്ത് ഘടകത്തിൽ BJP ചാരന്മാരുണ്ടെന്ന് രാഹുൽ ഗാന്ധി. ചില നേതാക്കൾ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ആവശ്യമെങ്കിൽ 40ഓളം നേതാക്കളെ പുറത്താക്കുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചു. അഹമ്മദാബാദിൽ പാർട്ടി യോഗത്തിലാണ് രാഹുലിന്റെ മുന്നറിയിപ്പ്. മണിപ്പൂരിൽ സംഘർഷം. കൂക്കി വിഭാഗം സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി. സ്വതന്ത്ര സഞ്ചാരം അനുവദിച്ചതിന് പിന്നാലെയാണ് സംഘർഷം. സുരക്ഷാ സേനയുടെ അകമ്പടിയോടെ യാത്ര ചെയ്ത ബസ്സുകൾക്ക് നേരെയും ആക്രമണം നടന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി. സ്ത്രീകളടക്കം നിരവധി പേർക്ക് പരിക്ക്. കർണാടകയിലെ കൊപ്പലിൽ വിദേശ വനിതയടക്കം 2 യുവതികളെ കൂട്ടബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിനിരയായത് ഇസ്രായേലി യുവതിയും ഹോം സ്റ്റേ ഉടമയും. സ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ട ശേഷമായിരുന്നു ക്രൂരത. കനാലിന് സമീപം രാത്രി ആകാശ കാഴ്ചകൾ കണ്ടുനിന്ന യുവതികളെയാണ് ഉപദ്രവിച്ചത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു.
യുദ്ധം അവസാനിപ്പിക്കൽ ചർച്ചകൾ യുക്രൈനേക്കാൾ ഇടപെടാൻ എളുപ്പം റഷ്യയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനെ വിശ്വസിക്കാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി താൻ നല്ല ബന്ധത്തിലാണെന്നും യുദ്ധം അവസാനിപ്പിക്കാനാണ് പുടിൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. മെക്സിക്കോയും കാനഡയുമായുമുള്ള വ്യാപാര സംഘർഷങ്ങൾ 2026 ഫുട്ബോൾ ലോകകപ്പിന് കരുത്തു പകരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ വൈറ്റ് ഹൗസ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 2026 ലോകകപ്പിലെ സഹ ആതിഥേയരായ രാജ്യങ്ങളുമായി ഭരണകൂടം തുടരുന്ന തർക്കം ടൂർണമെന്റിനെ ബാധിക്കുമെന്ന സൂചനകളെ ട്രംപ് തള്ളി. സ്പാം കോളുകൾക്കെതിരെ നടപടി കടുപ്പിച്ച് കേന്ദ്രം. കോളുകൾ തടയുന്നതിനായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ടെലികോം റെഗുലേറ്ററും കർശന നടപടികൾ സ്വീകരിക്കും. വ്യാജ കോളുകൾ മൂലമുള്ള വഞ്ചനകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് പ്രതിദിനം 13 ദശലക്ഷം വ്യാജ കോളുകൾ തടയുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. സിറിയൻ സുരക്ഷാ സേനയും മുൻ പ്രസിഡന്റ് ബഷാർ അസദിന്റെ അനുയായികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ലറ്റാക്കിയ ടാർട്ടസ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. അസദിനെ അനുകൂലിക്കുന്നവർ ഭൂരിപക്ഷമുള്ള മേഖലയിലാണ് ഈ നഗരങ്ങൾ. സംഘർഷ മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ അറിയിച്ചതായി സൈനിക വൃത്തങ്ങൾ. ഇറാനുമായി ആണവ കരാറിനെ കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാന് കത്തെഴുതിയതായും ട്രംപ് വ്യക്തമാക്കി. വിഷയത്തിൽ വൈറ്റ് ഹൗസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാനഡയും മെക്സിക്കോയും ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച അധിക തീരുവ നടപ്പാക്കുന്നത് നീട്ടിവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ 25% വരെയുള്ള തീരുവ നയം ഓഹരി വിപണിയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഈ സാഹചര്യം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. യുഎസിന്റെ താരിഫ് യുദ്ധത്തെ മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി. ബെയ്ജിംഗിൽ നടന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന് ശേഷമാണ് ട്രംപ് ഉയർത്തിയ താരിഫ് പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. തിരുവനന്തപുരത്ത് കാട്ടുപന്നി ആക്രമണത്തിൽ 68-കാരിയെ കൈകാലുകൾ ഒടിഞ്ഞു. തിരുവനന്തപുരം കള്ളിക്കാട് സ്വദേശി വസന്തകുമാരിക്കാണ് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പുറകിലൂടെ വന്ന കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ഉടൻ നെയ്യാർ ഡാം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും കൈകാലുകൾ ഒടിഞ്ഞതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇടുക്കി മൂന്നാറിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട മൃഗസ്നേഹികളുടെ സംഘടന ഹൈക്കോടതിയിൽ. വാക്കിംഗ് ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ഈ മാസം 10 കോടതി പരിഗണിക്കും. ഇടുക്കി പുളിയൻമലയ്ക്ക് സമീപം സ്ഫോടക വസ്തുക്കൾ പിടികൂടി. 300 ഇലക്ട്രിക് ഡിറ്റക്ടറുകളും 200 ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് പോലീസ് പിടികൂടിയത്. അനധികൃത പാറമടകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത്. പുളിയൻമലയ്ക്ക് സമീപം വണ്ടൻമേട് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. എറണാകുളം വടക്കേക്കരയിൽ രാസലഹരിയും LSD സ്റ്റാമ്പുമായി യുവാവ് പിടിയിൽ. നീണ്ടൂർ സ്വദേശി ഫ്രീജോ ആണ് വടക്കേക്കര പോലീസ് പിടികൂടിയത്. MDMAയും LSD സ്റ്റാമ്പും വിൽപ്പനക്കായി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കൊല്ലം ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. തഴുത്തൽ സ്വദേശി ഫൈസലാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്താനായി എത്തിച്ച ലഹരി മരുന്നാണ് പോലീസ് പിടികൂടിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട MDMA പൊതി വിഴുങ്ങിയ ആൾ മരിച്ചത് മൈക്കാവ് സ്വദേശി ഷാനിദ്. എൻഡോസ്കോപ്പിയിൽ വയറ്റിൽ വെളുത്ത തരികൾ അടങ്ങിയ കവറുകൾ കണ്ടെത്തിയിരുന്നു. മരിച്ച ഷാനിദ് മുൻപും ലഹരി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. വയനാട്ടിൽ ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. ബാവലി ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കായി വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ഉദ്യോഗസ്ഥനെ വാഹനം പിടിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജയ്മോന് സാരമായി പരിക്കേറ്റു. സംഭവത്തിൽ കൊരക്കാമല സ്വദേശി ഹൈദരലിയെ പോലീസ് പിടികൂടി.
വനിതാ ദിനത്തിൽ കൊടും ക്രൂരത. ഇടുക്കി നെടുങ്കണ്ടത്ത് ആസാം സ്വദേശിനി ബലാത്സംഗത്തിനിരയായി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ പിടിയിൽ. ആസാം സ്വദേശി ഖൈറുൽ ഇസ്ലാം, മുക്കി റഹ്മാൻ എന്നിവരാണ് നെടുങ്കണ്ടം പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം മാറനല്ലൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. മാറനല്ലൂർ വില്ലേജിൽ സന്തോഷ്, കോങ്ങുമൂട് സജീഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിൽ അരുൺ രാജിനെയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച് കൊല്ലപ്പെട്ടവരും പ്രതിയും തമ്മിലുണ്ടായ വിരോധവും തർക്കവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തൃശൂർ വരന്തറപ്പള്ളിയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. കലവറക്കുന്ന് സ്വദേശി ജയദേവ് കൃഷ്ണനാണ് വരന്തരപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. വേലുപ്പാടം സ്വദേശി അനീഷിനെയാണ് പ്രതി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തൃശൂർ ആളൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പ്രതികൾ റിമാൻഡിൽ. പടിയൂർ സ്വദേശി അനന്തുവിനെ സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഷാജി, നിഷാന, മുക്താർ, മുഹമ്മദ് ഷമീം, ഖുറൈഷി എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മരട് കൂട്ടക്കവർച്ച കേസിലെ പ്രതിയാണ് അനന്തു. എറണാകുളം വടക്കൻ പറവൂരിൽ വഴിയിൽ വീണുകിടന്ന യുവാവിന്റെ ദേഹത്തു കാർ കയറി ഇറങ്ങിയ അന്ത്യം. വടക്കൻ പറവൂർ സ്വദേശി പ്രേംകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വടക്കൻ പറവൂരിലെ സ്റ്റേഡിയം റോഡിലായിരുന്നു അപകടം. ഇയാൾ റോഡിൽ വീണ് കിടക്കുന്നത് കാണാതെ കാർ ദേഹത്തുകൂടെ കയറിയതാവാമെന്നാണ് സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് സൂര്യാഘാതമേറ്റ് 92കാരൻ മരിച്ചു. കയ്യൂർ വലിയ പൊയിലിൽ കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. വീടിന് സമീപത്ത് വെച്ചാണ് കുഞ്ഞിക്കണ്ണന് സൂര്യാഘാതമേറ്റത്. തൃശൂർ കുന്നംകുളത്ത് ഗൃഹനാഥൻ തോട്ടിൽ വീണ് മരിച്ചു. ചെറിയൻകാട് സ്വദേശി ജയപാലിനാണ് മരിച്ചത്. പുല്ലരിയുന്നതായി പാപ്പിരിഞ്ഞി പാടത്തേക്ക് പോയതായിരുന്നു. തിരികെ എത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് രാത്രിയോടെ പാടത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ മാള അഷ്ടമിച്ചിറയിൽ മധ്യവയസ്ക പൊള്ളലേറ്റ് മരിച്ചു. അയിരൂർ വീട്ടിൽ പവിത്രന്റെ ഭാര്യ രജനിയാണ് മരിച്ചത്. വീട്ടിനകത്തെ ശുചിമുറിയിലാണ് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. അസുഖം മൂലമുണ്ടായ മനോവിഷമത്തിലാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊച്ചി കളമശ്ശേരിയിൽ വൻ തീപിടുത്തം. കളമശ്ശേരി ബീവറേജസ് ഗോഡൌണിന് പിറകിലുള്ള കിടക്ക നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. KCB ഹൈടെൻഷൻ ലൈൻ പൊട്ടി വീണാണ് തീപിടിച്ചതെന്ന നിഗമനം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തിരുവനന്തപുരം വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് ലോഡ്ജ് മുറിയിൽ തീ പടർന്നു. ക്ഷേത്ര പരിസരത്ത് ഭിക്ഷാടനം നടത്തുന്ന സരോജിനി അമ്മ താമസിക്കുന്ന മുറിയിലാണ് അഗ്നിക്കിരയായത്. സംഭവത്തിൽ ആളപായമില്ല. അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയപ്പോഴേക്കും നാട്ടുകാർ തീയണച്ചു. നൈജീരിയയിലും സൗദിയിലും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി പിടിയിൽ. സംഭവത്തിൽ ഡോൺ സൈമൺ തോമസിനെതിരെയാണ് പോലീസ് പിടികൂടിയത്. മങ്ങാനൂർ സ്വദേശിയായ അരുൺ, അഭിജിത്ത് എന്നിവരുടെ പരാതിയെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷമാണ് ഏവിയേഷനിൽ ഗ്രൗണ്ട് സ്റ്റാഫായി ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി പലതവണയായി ഇയാൾ പണം തട്ടിയത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബാർ ഹോട്ടൽ റൂം വർക്കിങ്ങിന്റെ പേരിൽ പണം തട്ടിയെടുത്ത ആൾ പിടിയിൽ. തൃശൂർ സ്വദേശി നോയലിനെയാണ് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹോട്ടലിലെ ജീവനക്കാരനായിരുന്ന പ്രതി റൂം ബുക്കിങ്ങിനായി ബന്ധപ്പെടുന്ന അന്യസംസ്ഥാനക്കാരിൽ നിന്നും ഉൾപ്പെടെ 50,000-ഓളം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. തിരുവനന്തപുരം ഉത്സവപ്പറമ്പിൽ കട ഉടമയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ആര്യനാട് ചെമ്പകമംഗലം ക്ഷേത്ര കോമ്പൗണ്ടിൽ ഫാൻസി സ്റ്റാൾ നടത്തി വന്നിരുന്ന ഉടമയ്ക്കാണ് കുത്തേറ്റത്. സ്റ്റാളുകളിൽ സഹായിയായി നിന്നിരുന്ന പൂജപ്പുരം ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ് ഹരികുമാറിനെ ആര്യനാട് ഹോസ്പിറ്റലിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. കണ്ണൂർ ചെറുപുഴയിൽ കമുങ്ങ് കയറ്റ യന്ത്രത്തിൽ കുടുങ്ങിക്കിടന്നയാളെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. മരത്തിൽ കീഴ്മേൽ കാൽ കുടുങ്ങിക്കിടന്ന സുരേഷിനെ അരമണിക്കൂർ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് പെരിങ്ങോം അഗ്നിരക്ഷാസേന താഴെയിറക്കിയത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിയ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് ആലപ്പുഴ ചെങ്ങന്നൂരിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിതകുമാരി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ
കോസ്മോപൊളിറ്റൻ ഫൗണ്ടേഷൻ ഫെമിനേജ് 2025 എന്ന പരിപാടി സംഘടിപ്പിച്ചു. എറണാകുളം ഗവൺമെന്റ് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഹൈക്കോടതി അഭിഭാഷക PK ശാന്തമ്മ നിർവഹിച്ചു. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിഷയത്തിൽ ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അമ്പിളി T. ദേവ്, ഗായിക പ്രിയ പ്രദീപ് എന്നിവർ പങ്കെടുത്ത സംവാദവും നടന്നു. തൃശൂർ പുത്തൻപീടികയിൽ കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. 80 വയസ്സ് കഴിഞ്ഞ അമ്മമാരെയും വനിതകളെയും രോഗം മൂലം വീടുകളിൽ കഴിയുന്നവരെയും അനുമോദിച്ചു. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന അനുമോദനം ഇടവക വികാരിയും ഡയറക്ടറുമായ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ എടത്വയിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ആശാവർക്കർമാരെയും ജനപ്രതിനിധികളെയും ആദരിച്ചു. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനത്തിൽ പോലും ആശാവർക്കർമാരെ അവഹേളിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ജോസഫ് പറഞ്ഞു. മലപ്പുറത്ത് വനിതാ ശിശുവികസന ഓഫീസും ഡിസ്ട്രിക്ട് സങ്കൽപ് ഹബ് ഫോർ എംപവർമെന്റ് ഫോർ വുമണും സംയുക്തമായി വനിതാ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ വനിതാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മുനിസിപ്പൽ കൗൺസിലർ CP ആയിഷ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയുടെ സഹകരണത്തോടെ വനിതാ ദിനം ആചരിച്ചു. ദിനാചരണം സ്പെഷ്യൽ ജഡ്ജ് R. മിനി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി V. മുരളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണവും വായ്പ വിതരണവും നടത്തി. ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ സംരംഭം ചെയ്യുന്ന സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്കാണ് വായ്പ വിതരണം ചെയ്തത്. പരിപാടിയുടെ ഉദ്ഘാടനം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലിൻ ഫ്രാൻസിസ് നിർവഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ അന്താരാഷ്ട്ര വനിതാ ദിന ആഘോഷത്തോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ജ്വാല അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴ മാന്നാറിൽ SNDP യോഗം മാന്നാർ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ലോക വനിതാ ദിനാചരണം നടത്തി. ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചൈതന്യ അംഗനവാടിയിൽ നടന്ന വനിതാ ദിനാചരണം വാർഡ് മെമ്പർ ആന്റോ തൊറയിൽ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മണലൂരിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി സൗജന്യ സുരക്ഷാ ക്യാമ്പും ആശാപ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. മണലൂർ സഹകരണ ആശുപത്രിയും ടോക്സ് തൃശൂർ എന്നിവയുടെ സഹകരണത്തിൽ നടത്തിയ പരിപാടി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മാന്നാറിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചത്. തൊഴിലുറപ്പിൽ 100 ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്കും മുതിർന്ന തൊഴിലാളികൾക്കും മേറ്റുമാർക്കുമാണ് ആദരവ് നൽകിയത്. തിരുവനന്തപുരം നന്ദിയോട് പച്ചയിൽ വനിതാ ദിന പരിപാടി സംഘടിപ്പിച്ചു. വയോജന കൂട്ടായ്മയായ പച്ചത്തുരുത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. കവയിത്രി രജനി സേതു പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ 2024 പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കുള്ള ധനസഹായ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പട്ടിക്കാട് മാർ തോമസ് ലീഹ പാരിഷ് ഹാളിലും കൈനൂർ അമ്പല ഹാളിലും നടന്ന ചടങ്ങിൽ 1628 പേർക്കുള്ള ധനസഹായം മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു. ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്ക് ധനസഹായം നൽകുന്നതുമായി ഇതുവരെ 11 കോടി രൂപയാണ് അനുവദിച്ചത്.
ആലപ്പുഴ കുട്ടനാട്ടിലെ നെല്ല് സംഭരണം മില്ലുകാർ കർഷകരെ കൊള്ളയടിക്കുന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കൊയ്ത്ത് പൂർത്തിയാക്കി സംഭരണത്തിനായി കുട്ടനാട്ടിലെ നിരവധി പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് തുടങ്ങിയ സാഹചര്യത്തിൽ അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് കർഷകരെ സ്വകാര്യ മില്ലുകാർ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. തൃശൂർ ഉത്രാളിക്കാവിൽ കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരച്ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് നിറമാല ചുറ്റുവിളപ്പ് നടന്നു. കുന്നംകുളം ACP തലപ്പിള്ളി താലൂക്ക് തഹസിൽദാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. തൃശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ 2025 വർഷത്തെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ശ്രദ്ധേയരായ കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉത്സവത്തിലുണ്ടാകും. തൃശൂർ പുത്തൻപീടിക കുറുവത്ത് ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ശ്രുതീഷ് ആലപ്പുഴ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ശനിയാഴ്ച രാവിലെയാണ് കൊടിയേറ്റം നടന്നത്. തൃശൂർ പുത്തൻപീടിക ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടപ്പുരമേളവും കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. 51 കലാകാരന്മാരെ അണിനിരത്തിയാണ് ഇവ നടന്നത്. പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി TAR ജയപ്രസാദ്, ട്രഷറർ TK മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സഹസ്രകലാഭിഷേകവും അഭിഷേകവും നാളെ നടക്കും. ഉത്സവ പ്രാരംഭ ചടങ്ങായ ആനയോട്ടത്തിൽ പങ്കെടുക്കേണ്ട ആനകളെ നാളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. തൃശൂർ എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള കർഷക സംഘം CPI-ന്റെയും കർഷക സംഘത്തിന്റെയും നേതാവായിരുന്ന VR പുഷ്കരൻ അനുസ്മരണം ആചരിച്ചു. പുഷ്പാർച്ചനയും പതാക ഉയർത്തലും CPIM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയും സെറിബ്രൽ പാൾസി ബാധിതരുമായ ശ്രീപത്ത് ഒഴിവ് സമയത്ത് നിർമ്മിച്ച വസ്തുക്കൾ വിറ്റുകിട്ടിയ തുക PTA ഫണ്ടിലേക്ക് സംഭാവനയായി കൈമാറി. മുത്തുമാലകൾ, വിവിധതരം കമ്മൽ തുടങ്ങിയവ നിർമ്മിച്ചാണ് ശ്രീപത്ത് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ലഭിച്ച 5000 രൂപ സ്കൂളിന് കൈമാറിയത്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ തുക ഏറ്റുവാങ്ങി. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ കർഷകർക്കായി നടപ്പിലാക്കുന്ന അഗ്രി ക്ലിനിക്കുകളുടെ വാർഡ് തല ഉദ്ഘാടനം നടന്നു. വെളുത്തൂർ ചിത്ര ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇവ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് അനന്തപുരി തെയ്യാട്ട മഹോത്സവത്തിന്റെ ലോഗോ നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രകാശനം ചെയ്തു. പ്രമുഖ ചലച്ചിത്ര താരം സജിത പള്ളത്ത് ലോഗോ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം കരുമ്പം ആയിരവില്ലി ക്ഷേത്രത്തിൽ വെച്ച് മാർച്ച് 19 തെയ്യാട്ട മഹോത്സവം നടക്കും. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകും.